ഹലോ വീണാസ്റ്റോറിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീഡിയോയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് വെച്ചു. അധികം ഞാൻ വലിച്ചു നീട്ടി കാര്യങ്ങളൊന്നും വഷളാക്കുന്നില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവസാനിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ കുഞ്ഞുട്ടി ഉണ്ട് കേട്ടോ. ഒന്ന് മോനെ ഉറക്കിയിട്ട് ഞാൻ വീട്ടിലേക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കാണ് എണീറ്റു. ഇന്ന് ഭയങ്കര മോശമായിട്ടായിരുന്നു കേട്ടോ. ഒരു ഉറക്കം ഉറങ്ങിയാണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ഉറക്കാല, ഇടിക്കൽ കരച്ചിൽ ഉറക്കൽ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് വീഡിയോയിൽ കുഞ്ഞുട്ടിയോട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ചൂടാണ് തുടങ്ങിയ ചൂടേരി. അപ്പം ഞാൻ പറഞ്ഞു എന്തെന്ന് വെച്ചാല്, ഈ ഒരു ഇതില്ലേ ടോയില് മക്കളിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഈ ഒരു കളിപ്പാട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലൈറ്റ് ഉണ്ട്. അമ്പലത്തിൽ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ മോനിത് വേണം ഭയങ്കര വാശി പിടിച്ചിട്ടോ. ഏതും വാശി പിടിച്ചായിരുന്നു. അപ്പം ഞാൻ വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി വില ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വില ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 100 രൂപയാണ് ഇതിൽ പറഞ്ഞത് വില കേട്ടോ. അപ്പം വേറൊരു സാധനം കൂടി ഞാൻ വാങ്ങിച്ചായിരുന്നു. അവിടെ പോയി അപ്പുറത്തുണ്ടത്. അപ്പം അതും കൂടി ഞാൻ അതിൻ്റെ വില ചോദിച്ചായിരുന്നു. അതിന് 50 രൂപയാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ പൈസ എടുത്ത് നോക്കിയപ്പം ചേഞ്ച് ഇല്ല, 500 ആയിരുന്നു. അപ്പം ഞാൻ എന്താക്കി, അപ്പുറത്തെ കടയിൽ പോയി ചേഞ്ച് ആക്കിയിട്ട് വരാൻ പറഞ്ഞാൽ അയാൾ ഞാൻ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് ചേഞ്ച് ചോദിച്ചിട്ട് ചേഞ്ച് ഒന്നും കിട്ടിയില്ല കേട്ടോ. അവസാനം ഞാൻ എന്താക്കി, എന്നാൽ പിന്നെ വൈകുന്നേരം വാങ്ങിക്കാന്നുള്ള രീതിക്ക് തിരിച്ചു വന്നു. അപ്പോൾ വന്നപ്പോൾ ഇവിടെ വേറൊരാൾ വന്നായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അയാളെടുത്ത് ഇതിൻ്റെ വില ചോദിച്ചായിരുന്നു. അപ്പം അയാൾ ഇതിൻ്റെ വില പറഞ്ഞത് എത്രയെന്ന് അറിയാം, 60 രൂപയാണ് ഇതിൻ്റെ വില പറഞ്ഞിട്ടോ. ഞാൻ ആദ്യം ചോദിച്ച അയാൾ പറഞ്ഞത് 100 രൂപയാണ് ഈ ലൈറ്റിൻ്റെ വില പറഞ്ഞത്. രണ്ടാം വട്ടം ഞാൻ ചോദിച്ചപ്പോൾ ഇതിന് 60 രൂപയാണ് വില പറഞ്ഞേട്ടോ. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം വാങ്ങിക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ചോദിച്ച് വാങ്ങിക്കാതെ ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് ചോദിച്ച് വില മനസ്സിലാക്കിയിട്ട് വേണം വാങ്ങിക്കാൻ കേട്ടോ. കാരണം ഇതിന് ഒറ്റയടിക്ക് അയാൾ പറഞ്ഞത് 100 രൂപയാണ് കേട്ടോ ആദ്യം പറഞ്ഞത്. രണ്ടാം വട്ടം 60 രൂപ പറഞ്ഞു കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ 60 രൂപയല്ല ഇതിന് ശരിക്കും വില കേട്ടോ. ഞാൻ പിറ്റേ ദിവസം ഇത് ആദ്യ ദിവസം വാങ്ങിച്ചിട്ട് വന്നപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും മോൻ ഭയങ്കര കുഞ്ഞോട്ട് മോൻ്റെ ഒക്കെ വാങ്ങിച്ച് കൊടുക്കൂല, അങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ വാങ്ങിക്കാനുള്ള രീതിക്ക് ഞാൻ ഒന്നും കൂടെ പിറ്റേ ദിവസം വാങ്ങിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ നമ്പർ ഇട്ടിയാണ് കേട്ടോ, ഇതിന് വില എത്ര ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ രണ്ടാം ദിവസം കേട്ടോ, പിറ്റേ ദിവസം ചോദിച്ചപ്പോൾ അയാൾ വില ചോദിച്ചപ്പോൾ 80 രൂപയാണ് ഇതിൻ്റെ വില പറഞ്ഞത് കേട്ടോ. രണ്ടാം ദിവസം ചോദിച്ചപ്പോൾ ഇതിന് 80 രൂപയാണ് പറഞ്ഞത്. ചോദിച്ചപ്പോൾ 100 രൂപ. പിന്നെ ഞാനത് വാങ്ങിക്കാൻ വേണ്ടി ചേഞ്ചിലാക്കിയിട്ട് വന്നപ്പം ചോദിച്ചപ്പം ഇത് 60 രൂപയായി. അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസം 60 രൂപയ്ക്ക് വാങ്ങിച്ചു ഒരു സാധനം കേട്ടോ. രണ്ടാം ദിവസം ഞാൻ ഇതേ സാധനം വില ചോദിച്ചപ്പോൾ 80 രൂപയാണ് പറഞ്ഞിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇതേ സാധനം ഞാൻ ഉച്ചയ്ക്ക് വാങ്ങിച്ചായിരുന്നു, 50 രൂപയ്ക്ക് വാങ്ങിച്ചാന്ന് പറഞ്ഞു. അയാൾ വേറെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. എനിക്ക് ആ 50 രൂപയ്ക്ക് ഇയാൾ ഇത് ലൈറ്റ് തന്നു. എനിക്ക് 100 രൂപ പറഞ്ഞു, 60 രൂപ പറഞ്ഞു, 80 രൂപ പറഞ്ഞു. അവസാനം ഇത് ഞാൻ 50 രൂപയ്ക്ക് പിന്നെയും വാങ്ങിച്ചു. പക്ഷെ ഇതിന് ഒറിജിനൽ 50 പോലും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു കേട്ടോ. അയാള് ചോദിച്ചപാട് 50 രൂപയ്ക്ക് തന്നു. അപ്പൊ ഞാനെന്താക്കി, എന്നാലും വേണ്ടില്ല, 100 രൂപ കൊടുത്ത് നമ്മള് പറ്റിക്കപ്പെടുന്നതിനാണ് കൂടുതൽ നല്ലത് 50 രൂപയ്ക്ക് ഇത് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അത് മിണ്ടാതെ വാങ്ങിച്ചിരുന്നു. കൂടുതൽ വർത്തരം പറഞ്ഞാൽ ശരിയാവില്ല പറഞ്ഞ് ഞാൻ 50 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചിരുന്നു കേട്ടോ. ആദ്യത്തെ ദിവസം 60 രൂപയ്ക്കും രണ്ടാമത്തെ ദിവസം 50 രൂപയ്ക്ക് ഞാൻ ഇത് വാങ്ങിച്ചോട്ടോ. വാങ്ങിച്ചെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ അടുത്തുള്ളവരുണ്ടാവുമല്ലോ, അവരുടെ കയ്യിലും ഈ ലൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചായിരുന്നു ഇത് ലൈറ്റ് വാങ്ങിച്ചായിരുന്നു എത്രയാന്ന് ചോദിച്ചിട്ടോ. അവർ പറഞ്ഞത് 100 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു തന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുടുംബശ്രീക്ക് ഒരു ചേച്ചി വന്നായിരുന്നു. ആ ചേച്ചി ഇത് പിള്ളേർ കളിക്കുമ്പോൾ ചേച്ചി കണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത് നിങ്ങൾ വാങ്ങിച്ചായിരുന്നു, എത്രയ്ക്കാണ് വാങ്ങിച്ചു പറഞ്ഞു. ആ ചേച്ചി പറഞ്ഞാൽ 120 രൂപയ്ക്കാണ് ഈ സാധനം വാങ്ങിച്ചത്. മനസ്സിലാക്കുക, ഇത് ഈ ഒരു സാധനം അവർ എത്രത്തോളം ലാഭത്തിനാണ് കച്ചവടം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പം ഇത് മാത്രമല്ല, പൊതുവെ എന്ത് സാധനം വാങ്ങിക്കുകയാണെങ്കിലും ഒരു കടയിൽ ചോദിക്കുക, വില മനസ്സിലാക്കുക, വേറൊരു കടയിൽ കൂടെ ചോദിക്കുക കേട്ടോ. അപ്പം നമുക്ക് വിലകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. എവിടെയാണോ കുറവ് അല്ലെങ്കിൽ എവിടെയാണോ കൂടുതൽ, അതിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇത് പെട്ടെന്ന് നമ്മൾ ഒരാളെ കണ്ടാൽ പാടും അവരുടെ അടുത്ത് വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ അത്രയും പൈസ കൊടുത്ത് നമ്മൾ പറ്റിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് 10 രൂപയ്ക്ക് ഒരു 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര സങ്കടം ഉണ്ടാവില്ല. അതേസമയം ആ 10 100 താഴെ പോയി കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എത്ര സങ്കടമായിരിക്കും. അതേസമയം നമ്മൾ ഒരാളെ പറ്റിപ്പെട്ടെന്ന് മനസ്സിലാക്കുമ്പോൾ എത്ര സങ്കടമായിരിക്കും അല്ലേ. ഇത് എനിക്ക് എന്താ പറയുക, എനിക്ക് 60 രൂപയ്ക്ക് കൊടുത്ത് വാങ്ങിച്ചിട്ട് എനിക്ക് പിറ്റേ ദിവസം ഞാൻ ഇതാണല്ലോ 60 രൂപയ്ക്ക് കൊടുത്ത് വാങ്ങിച്ചത് ചിന്തിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ 100 120 കൊടുത്ത് വാങ്ങിച്ചൊരു കാര്യം ആലോചിച്ച് നോക്കിയൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കുക കേട്ടോ. അതേസമയം നിങ്ങൾ ഏത് ഉത്സവ പറമ്പ് പോയാലും ഒരു സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതേ സാധനം അപ്പുറത്തും ചോദിച്ചു നോക്കാം എൻ്റെ വില, ഒറിജിനൽ വില എത്രയാന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എടുത്ത പാടൊക്കെ വാങ്ങിക്കരുത്. ഇത്രയുള്ള കാര്യങ്ങൾ പറയാനുള്ളത് കേട്ടോ. അത് ഈ വലിച്ചു നീട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഇനി ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. സാധനം കൂടെ ഉണ്ടായിരുന്നു, മറ്റേ മൗത്ത് ഓർഗണില്ലേ, അതും ഉണ്ടായിരുന്നു. അത് ആദ്യം വാങ്ങിച്ചില്ല, 100 രൂപ പറഞ്ഞില്ലേ. അയാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അത് 50 രൂപയാണ് പറഞ്ഞിട്ടോ.
രണ്ടാം വട്ടം ഞാൻ ചോദിച്ച കാര്യം എടുത്ത് വെച്ചപ്പോൾ അത് 40 രൂപയായിരുന്നു കേട്ടോ പറഞ്ഞത്. അപ്പം ഞാൻ ആ സമയം വാങ്ങിച്ചു. പക്ഷെ അതിന് ഒറിജിനൽ വില ഒന്നും ആയിരിക്കില്ല കേട്ടോ. കൂടിപ്പോയാൽ 20-30 രൂപയൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതിനെയാണ് അവർ 100-100 രൂപയ്ക്ക് വിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ എല്ലാം കണ്ടറിഞ്ഞ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് വാങ്ങിക്കുക. അതേപോലെ തന്നെ പറ്റിക്കപ്പെടുമ്പോഴും നമ്മൾ പറ്റിക്കപ്പെടുന്നു എന്ന് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാ എന്താ പറയുക ചോദിക്കാതിരിക്കാൻ പറ്റില്ല. നമുക്കത് ഇപ്പോൾ നേരിട്ട് ചോദിക്കാനൊക്കെ തോന്നും. പക്ഷെ അതിന് നല്ല വഴി അപ്പുറത്ത് ഇപ്പുറത്ത് ചോദിച്ചിട്ട് വില മനസ്സിലാക്കിയിട്ട് ഒരു സാധനം വാങ്ങിക്കുന്നതായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. എന്റെ എന്തോ ഒരു ലക്ക് കൊണ്ടാണ് ഞാൻ ചേഞ്ച് ഇല്ലാതെ പോയത്. കുറച്ച് ചേഞ്ച് വാങ്ങിക്കാൻ പോയി വരുമ്പോൾ വേറെ ഒരാളെ കണ്ടതും ചോദിച്ചതൊക്കെ. അപ്പൊ അതുപോലെ എല്ലാവരും ശ്രദ്ധിച്ച് ഉത്സവപ്പറമ്പിലൊക്കെ പോകുന്ന സാധനങ്ങൾ വാങ്ങിക്കാട്ടോ. പിള്ളേർ ചോദിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം എല്ലാവരും ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഓക്കെ ബൈ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ.